ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യം. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. സ്നേഹമുള്ളവർ, ഈ ഒരു വചനം നാം ഇന്നായിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എന്താ? നമ്മളൊക്കെ ഇന്ന് ഓടുന്നത് എന്തിനു വേണ്ടിയാണ്? ധനം സമ്പാദിക്കാനാണ്. ഇഷ്ടംപോലെ പണം ഇങ്ങനെ നമ്മൾ കുന്നുകൂട്ടി വെച്ചിരിക്കുകയാണ്. ആരെ വേദനിപ്പിച്ചാലും ഈ പണമൊക്കെ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളല്ലേ. പണം സമ്പാദിക്കാനായിട്ടുള്ള മാർഗങ്ങൾ പലത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈശോ നമ്മളോട് പറയാം, നിന്റെ ജീവിതം ഒരിക്കലും ഈ പണം കൊണ്ട് ധന്യമാവത്തില്ല. ഈ പണമൊക്കെ എന്ന് പറയുന്നത് വെറും നശ്വരമാണ് അല്ലേ. ഈ ഭൂമിയിൽ നമ്മൾ കടന്നു വന്നത് വെറും കയ്യോടെയാണ്. ഈ ഭൂമി വിട്ട് നമ്മൾ കടന്നു പോകുന്നതും വെറും കയ്യോടെയാണ്. പിന്നെ ഈ ഭൂമിയിലായിരിക്കുന്ന കാലത്തോളം ഈ ധനത്തിന് വേണ്ടി എന്തിനാണ് നമ്മൾ ഇത്രയേറെ ആഗ്രഹിക്കുന്നത്? ഇത് നേടിയെടുക്കുവാനായിട്ട് എന്തിനാണ് നമ്മളിങ്ങനെ നെട്ടോട്ടം ഓടുന്നത്? ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത് ഇതേ പണത്തിൻ്റെ പേരിൽ തന്നെയല്ലേ. സഹോദരങ്ങൾ തമ്മിൽ പണത്തിൻ്റെ പേരിൽ പ്രശ്നം. പരസ്പരം ഒന്ന് മിണ്ടാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. എല്ലാം ഇതേ സമ്പത്തിൻ്റെ പേരിൽ തന്നെയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് എൻ്റെ ഈശോ എന്നോട് പറയുന്നത്, മോനെ മോളെ, സമ്പത്തല്ല നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. സമ്പത്ത് കൊണ്ട് നിന്റെ ജീവിതത്തിന് ഒരിക്കലും ഒരു മഹിമയും ലഭിക്കുന്നില്ല. മറിച്ച് നിനക്ക് ലഭിക്കുന്ന ഈ സമ്പത്ത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. ഇത് ദൈവം നിനക്ക് തരുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട്, കുന്നുകൂട്ടി വെക്കുവാനായിട്ട്. എന്തിനാണ് നമ്മൾ ഈ കുന്നുകൂട്ടി വെക്കുന്നത്? എന്ത് നേട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കിയേ. ഈ പണം സമ്പാദിക്കാനായിട്ട് നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ എത്രയോ പേരെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ട്. അവരൻ എന്ത് സംഭവിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. എനിക്ക് വേണ്ടത് പണമാണ്, എൻ്റെ സുഖ സൗകര്യങ്ങളാണ്. നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? എത്രയോ പേരെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. എത്രയോ പേരെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്കുള്ള നല്ല ബന്ധങ്ങളൊക്കെ ഈ പണത്തിൻ്റെ പേരിൽ, ഈ പണം സമ്പാദിക്കാനായിട്ട് ഓടിയതിൻ്റെ പേരിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? എൻ്റെ കുടുംബ ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പോരായ്മ സംഭവിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പോലും ഇന്ന് എനിക്ക് സമയമില്ല. ഞാൻ പൈസ ഉണ്ടാക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഓട്ടോ. ഞായറാഴ്ച പോലും വിശുദ്ധ കുർബാനയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നത്. എനിക്ക് ജോലിയുണ്ട്, എനിക്ക് കട തുറക്കണം, എനിക്ക് സമ്പത്താണ് പ്രധാനപ്പെട്ടത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈശോ നമ്മളോട് പറയാം, മോനെ, നീ ഈ സംഭരിച്ചു വെക്കുന്നതൊന്നോ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉപകരിക്കത്തില്ല. നീ ദൈവത്തെ നേടിയെടുക്കേ. നീ മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യേ. നന്മ പ്രവൃത്തികൾ ജീവിതത്തിൽ ചെയ്യുമ്പോഴാണ് നിനക്ക് സ്വർഗരാജ്യത്തിൽ സ്ഥാനം ലഭിക്കുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിനോടുള്ള അമിത താല്പര്യമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ തരുന്നത് മറ്റുള്ളവരെ സഹായിക്കാനാണ് എന്നുള്ള ബോധ്യത്തിൽ അവ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഈശോയോട് കൂടുതൽ പ്രാർത്ഥിച്ച് ദൈവത്തിന് ജീവിതത്തിൽ പ്രധാന സ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.